ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെ റമദാനും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഞാനിപ്പം ഇവിടുന്ന് സെഹക് ബൊട്ടിക്കിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ സെഹക് ബൊട്ടിക്ക്, എൻ്റെ ഫ്രണ്ട് ബൊട്ടിക്ക് തുടങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ നെയിമാണ് സെഹക്ക്. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പം ബാക്കി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ വീട്ടിൽ ഞാൻ ചിലപ്പോൾ ബാങ്കിന് മുന്നേ എത്തും, ചിലപ്പോൾ ബാങ്ക് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എത്തുന്നുണ്ടാവുക. ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇന്നത്തെ ഒരു റമദാൻ സീരീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. സെമിനാത്താനോട് വാങ്ങി. സെമിനായാലും ഭക്ഷണം ഉണ്ടാക്കുമല്ലോ. മൊത്തത്തിന്നോ? രസമുണ്ട്. എന്നാ ഒന്ന് കുത്തിക്കളാ, നോക്കിയൊക്കെ എങ്ങനെയാണ്. ആ സൈഡ് നോക്കി നോക്ക്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. എനിക്ക് കുറച്ചും കൂടെ അടക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് അവസ്ഥ. കാണുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇടുന്നു ഗൈസ്? ഇങ്ങനെ ഇടുന്നു. സ്ഥലം തിരിയുന്നില്ലൊന്നും. പക്ഷേ ഞാൻ മറ്റേ എൻ്റെ വ്ളോഗിനുള്ള തന്നെ കട്ട് ചെയ്യാനുള്ള അതത്രയല്ല നമ്മൾ എടുത്തിട്ടുള്ളൂ. കയ്യൊക്കെ ഭയങ്കര ലൂസാണ്. ഇപ്പൊ അങ്ങനെ അറിയുന്നില്ല. ഹേ ഗായ്സ്, ഇപ്പോൾ സെഹക്കിന്റെ പുതിയ വീഡിയോ അല്ല, അങ്ങനെ പറയണ്ടല്ലോ. പാകിസ്ഥാനി ഐറ്റത്തിൽ അഫോർഡബിൾ ഇല്ല വെച്ചിട്ട് അങ്ങനെ പറയാം അല്ലേ? പാകിസ്ഥാനിൽ കുറച്ചും കൂടെ അഫോർഡബിൾ ആയ റേറ്റിനുള്ള ഹേ ഗൈസ്, ഇപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനി സ്യൂട്ട്സിലെ അഫോർഡബിൾ റേറ്റിനുള്ള നിങ്ങളുടെ അടുത്ത് ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്കായിട്ട് നമ്മൾ ഇറക്കിയ സാധനമാണ് കേട്ടോ. പാകിസ്ഥാനി മൂഡ് വരുന്നത്, എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് വരുന്നതാണിത്. അപ്പം ഇതിൻ്റെ ഈ ഒരു വർക്കും അതേപോലെ തന്നെ ഇവിടെയൊക്കെ മിറർ വർക്കാണ് വരുന്നത്. കുറച്ചൊരു ക്ലോസ് വർക്ക് അല്ലോ, ഇവിടെയൊക്കെ നല്ല മിറർ വർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ കാലിലല്ലോ ഈ ഒരു സൈഡിലായാലും ഫുള്ളി മിററാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മുത്തുമണിയൊക്കെ തൂങ്ങുന്നുണ്ട് ഗൈസ്. ഷോളൊക്കെ വരുന്നത് ഇത്ര ലെങ്തി ഷോളാണ് വരുന്നത്. കയ്യിലൊന്നും ഇല്ലല്ലോ, കയ്യിൽ മിറർ വർക്ക് വരുന്നുണ്ട് അല്ലേ? കയ്യിൽ മിറർ വർക്ക് വരുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയാണ് വരുന്നത്. ഇതിനകത്തും അതേപോലെ തന്നെ മിറർ വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. മിറർ വർക്ക് ഓൺലി ആണ്, വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ താഴെയാണ് ചെറിയ പേൾ വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണാം. പിന്നെ ഇതിൻ്റെ സൈസ് XXL ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വീഡിയോ കൊടുത്താലോ എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞാൽ തന്നെ അഫോർഡബിൾ റേറ്റിനുള്ള സാധനം പാകിസ്ഥാനിൽ അഫോർഡബിൾ റേറ്റ്. പിന്നെ അതിൻ്റെ എൻഡിലില്ലേ, ടോപ്പിൻ്റെ എൻഡിലായിട്ട് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സാധനം ബീഡ്സാണ്. അപ്പോൾ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈ 3/4 സ്ലീവാണ്. സ്ലീവ് കുറച്ച് നോർമലായിട്ട് മിറർ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടുപ്പിച്ചിട്ടോട്ടെ മാക്സിമം. ഹേ ഗൈസ്, ഇപ്പം നെക്സ്റ്റ് കളർ കാണിച്ചു കൊടുക്കട്ടെ. ബാക്ക് കണ്ടാലും ഇതാണ് അടുത്ത കളർ. നൈസായിട്ട് നല്ല കളർ ഇട്ടിട്ടും ചേരും, എല്ലാ സ്കിൻ ടോണിനും ചേരും. വിമാനം അതാ പോകുന്നു. വിമാനം കണ്ടോ? കാണുന്നില്ല. വിമാനം പോയി. എവിടെ? അതാ പോകുന്നു വിമാനം. അതാ പോന്ന്. കിട്ടി. അതാ പോന്ന്. വിമാനം കണ്ടതാടി, വെള്ള സാധനം പോന്നണ്ടോ? അല്ല, ഫോണിൽ കണ്ടോ? ആ, ഞാൻ കണ്ടതാ. അതാ പോണു. അങ്ങോട്ട് തട്ട് ചെയ്യൂ. ഞാൻ തട്ടിട്ടേ. അയ്യോ, അങ്ങോട്ടല്ല, അങ്ങോട്ട് തട്ടെ. അങ്ങോട്ട് ഗൈസ്, നമ്മളിതാ ആ കാണുന്നൊരു വീടില്ലേ,
അവിടെ നിന്നാണ് കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത്. അതായത് അവളുടെ തറവാടാണ്. അപ്പോൾ അവിടെ നിന്നാണ്. പിന്നെ ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇങ്ങോട്ട് നമ്മളിപ്പോൾ അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടാണുള്ളത്. ഞാനും ജയ്യും ഇവിടെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പം എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ച പാകിസ്ഥാനി സൂട്ടിന് 4 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം വേണ്ടവർ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ സെഹക്കിൽ DM ചെയ്താൽ മതി. ഈ ഒരു വീട്ടിലത്തെ ചേച്ചി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വീഡിയോസിലെല്ലാം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തത്. അതായത് ഇത് അവരുടെ വീടാണ്. അപ്പോൾ നമ്മൾ ചോദിച്ച സമയത്ത് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളോട് വീഡിയോ എടുത്തോ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. അതേപോലെ നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനായാലും ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു കേട്ടോ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എന്താ പറയുക ഭയങ്കര അടിപൊളിയാണ് ആൾ. നല്ല രസമുണ്ട് ഈ വീടും. ആക്ച്വലി എൻ്റെ പരിസരം കാണാൻ നല്ല ഭംഗിയുണ്ട്. സയ്യു ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. നേരത്തെ കണ്ട പാകിസ്ഥാനിൽ ഈ 3 കളേഴ്സും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്ത് കാണിച്ചു തരാം. ഇതിന് ബാക്കിൽ വള്ളി വരുന്നുണ്ടല്ലേ. ഞാൻ വിചാരിച്ചു നീ മറ്റേ ക്ലിപ്പ് തന്നെ കുത്തിയതാണ്. എവിടെ പുറത്തുനിന്ന് എന്നാ പോയി നിൽക്ക്, ഞാൻ നോക്കാം. എങ്ങനെ ഇങ്ങനെ ബെൽറ്റ് പോലെ കെട്ടണോ എന്നാ ആൾക്കാർക്ക് ആ മനസ്സിലാവും. ബാക്കിലുള്ളതല്ലേ. ഓക്കെ അങ്ങനെ തന്നെ കെട്ടിക്കോ. ഇങ്ങനെ കെട്ടിയാലേ മനസ്സിലാവും തൈ ഉണ്ടെന്ന് അറിയാലോ. എനിക്ക് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി കഫ്താനി ഐറ്റമാണ് കേട്ടോ. നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കഫ്താനാണ് കേട്ടോ. കഫ്താനിൽ 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സെഹക്കിലൊന്ന് DM ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ സെഹക്കിൻ്റെ പേജിൽ ഓരോന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല നല്ല അടിപൊളി ഷെയ്ഡ്സാണ്. ഒരു മജന്ത, അതേപോലെ റെഡ്, പിന്നെ ഒരു പീക്കോക്ക് കളറ്, അങ്ങനെ കുറച്ച് അധികം ഐറ്റംസ് ഉണ്ട്. യെല്ലോ, പിങ്ക്, അങ്ങനത്തെ ഒക്കെ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അവളുടെ ഫോട്ടോസും കാര്യങ്ങളും ഞാനും അവളും കൂടിയായിരുന്നു കഫ്താൻ ഇട്ടിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കാൻ. അപ്പോൾ അവളുടെ ഞാൻ എടുത്തു കൊടുത്ത് അതിന് ശേഷം ഞാനായിട്ടുള്ള വീഡിയോസ് അങ്ങനെയായിരുന്നു നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നത്. നല്ല അടിപൊളി കളക്ഷനാണ്. കഫ്താനിൽ എടുത്ത് പറയാൻ നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ലാർജ് അതേപോലെ XL ഒക്കെയാണ് അവൈലബിൾ എന്ന് തോന്നുന്നു. കറക്റ്റ് ഡീറ്റെയിൽസ് എന്തായാലും ജാക്ക് തന്നെ DM ചെയ്യേണ്ടി വരും. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ നിന്നിട്ട് അതിൻ്റെ ഫോട്ടോസും അതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചതാ. ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കഫ്താനാണ് കേട്ടോ. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഒക്കത്തിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ്. ഇതിൻ്റെ അടിപൊളി ഷെയ്ഡ്സ് വേറെ ഉണ്ട് കേട്ടോ. ഇതിൽ അതേപോലെ നമ്മളെ ഈ എൻഡിലൊക്കെ നല്ല ബീഡ്സ് വർക്കും അതേപോലെ അതിൻ്റെ പാൻസിലൊക്കെ അത്യാവശ്യം ലേസും കാര്യങ്ങളൊക്കെ എൻഡിൽ ഒരു ലേസ് ഇതിൻ്റെ എൻഡിൽ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു 2 പീസ് സെറ്റാണ്. ഇതിന് ഷാൾ ഇൻക്ലൂഡ് ആയതല്ല, ടോപ്പും പാൻറ്റും മാത്രമാണ് കേട്ടോ. പാൻറ്റ് ഒരു 3/4 ഗൈസ് പാൻറ്റ് ഒരു എന്താ പറയുക പലാസോ ആണോ എന്ന് ചോദിച്ചാൽ പലാസോ ആണ്. എന്നാൽ പിന്നെ അത്രക്കങ്ങ് ലൂസ് ഫിറ്റ് അല്ല, എന്നാലും കുറച്ച് ലൂസ് ഫിറ്റാണ് കേട്ടോ. അപ്പം ഇത് രണ്ടുമാണ് ഫസ്റ്റത്തെ കളർ വന്നിട്ട്. പിന്നെ ഓൾറെഡി 2 കളേഴ്സ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സഹക്കിൽ. പിന്നെ 3ാമത്തെ കളർ ഇതാണ് കേട്ടോ. ഇതൊരു നെവി ബ്ലൂ ഒരു നെവി ബ്ലൂ കൈൻഡ് ഓഫ് കളറാണ് കേട്ടോ. അതിൽ കുറച്ച് എന്താ പറയുക മെറൂൺ അങ്ങനത്തെ ഒരു കളർ വരുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയുക സിൽക്കി എന്ന് പറയാൻ പറ്റൂല, ഭയങ്കര ഇത് കണ്ടില്ലേ ഭയങ്കര ഗ്ലൈസിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെയും 4 ഷെയ്ഡ്സാണ് 3 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അവരുടെ പേജിൽ. ഒന്ന് ഈ ഒരു ഗ്രീനും അതേപോലെ ഒരു പിങ്ക് പിന്നെ ഒരു ബ്ലൂ, 3 കളേഴ്സ് നല്ല പേസ്റ്റൽ കളേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ കയ്യിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ പഫ് സ്ലീവ്സും പിന്നെ അവിടെ കുറച്ച് സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് സ്റ്റോണിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സാധനങ്ങളൊക്കെ ഇറക്കി ഓരോ വൈക്ക് സെറ്റാക്കിങ്ങോട് നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത കളർ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പാർട്ടി വെയർ ഐറ്റംസ് ഇട്ട് നോക്കി, അതായത് 3-4 സെറ്റാണ്. അപ്പോൾ ഈ 2 കളേഴ്സാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രസ്സിൻ്റെ എന്താ പറയുക ഒക്കെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ സെഹക്കിൽ വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഈ നെക്കിലും അതേപോലെ ഈ ഡ്രസ്സിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ത്രെഡ് വർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ചുരിദാർ എടുക്കാനുണ്ടായി. അങ്ങനെ ചുരിദാറൊക്കെ എടുത്തു വീട്ടിൽ വന്നു. പിന്നെ ഇതാ ഇവിടെ ഇന്ന് നമുക്ക് നോമ്പ് തുറക്ക് വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൽപ്പറ്റ പോയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ചോറ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറിയും ചോറൊക്കെ ഞാൻ ഉമ്മയും കൂടെ ആക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പും തുറന്നു. അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്.